എന്നാ അമ്മേ? മോളെ എങ്ങി വന്നേടി. അമ്മ എന്നാ പറ്റിയെന്ന് പറ. മാമച്ചൻ വിളിച്ചായിരുന്നു. അമ്മയുടെ ചക്കരയുടെ വിസ വന്നു. സത്യം. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടടാ. വിമലേ, വിമലേ. എന്നാടി? എടി ജയയുടെ വിസ വന്നു. അതെയോ? എപ്പോ? ഇന്ന്. ഇപ്പൊ മാമച്ചൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. കോൾ അടിച്ചല്ലോ. അപ്പൊ നീ വിചാരിച്ച പോലെ കാര്യങ്ങളുമായി. മിണ്ടല്ലേ പതുക്കെ. ഞാനെങ്ങും പോകുന്നില്ല. പോണം. നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെക്കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ്. അത് നീ സഹായിച്ചു കൊടുക്കണം. എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഈ സാധാരണ ഭർത്താക്കന്മാർ ദുബായിക്ക് പോകുമ്പോൾ ഭാര്യമാരല്ലേ കാത്തിരിക്കുക. ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ. താൻ ദുബായിക്ക് പോകുന്നു, ഞാനിവിടെ കാത്തിരിക്കുന്നു. അതെയോ? വിസയും വന്നു, സ്ഥലം മേടിക്കാൻ ആളും വന്നു. രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു. ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന്. ഇത് ജേക്കബ് സാറ്, ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടിമ്പേഴ്സിന്റെ ഓണറാ. നമസ്കാരം. ഞാൻ രേവമ്മ, സ്റ്റേജ് ആർട്ടിസ്റ്റാ. നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. സാറിന് 2-3 ഹൗസ് ബോട്ട് ഉണ്ട്. ഈ ബോട്ടിലെ പണിക്കാർക്ക് ഈവനിങ് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പറ്റിയ സ്ഥലം എന്റെ കൈവശം ഉണ്ടെന്ന്. നല്ല കണ്ണായ സ്ഥലമല്ലേ? എത്ര വില വേണേലും തരാന്ന് പറഞ്ഞു എത്ര പേരാ ഇവിടെ വന്നത്. ഞാൻ കൊടുത്തില്ല സാറേ. പിന്നെ ഇത് മോളുടെ കാര്യമായപ്പോ. ഇത് 10 സെന്റ് ഉണ്ടോ? ദേ ആധാരത്തിന്റെ കോപ്പിയുണ്ട്. എന്തേലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം. ആധാരത്തിൽ 10 സെന്റേ ഉള്ളൂ. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അറ്റോ മൂലയൊക്കെ കുത്തി വളച്ച് 1/2 സെന്റും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പോയി മാതി പോയോ? ഹലോ, എന്തായി? സംസാരിച്ചോണ്ടിരിക്കുക. അവള് വില പറഞ്ഞാ? ആ, വരുന്ന വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് 1 ലക്ഷം വെച്ച് വേണമെന്നാ. നീ ആയിട്ട് കുറപ്പിക്കാനും നിൽക്കണ്ട. രേവമ്മനെ മാമച്ചനെ ഒന്ന് കൊതിപ്പിച്ച് നിർത്തിക്കോ. ഭയങ്കര വേണ്ടത് പിന്നെ തീരുമാനിക്കാം. ശരി. കൈനകരി രേവമ്മ, അവളെന്റെ നേർക്ക് തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചുണ്ടാമ്പ് വെച്ച് വിട്ടതാ. അവൾ ആ സ്ഥലം വിൽക്കത്തുമില്ല, അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തുമില്ല. പിന്നെ ഭാവി മരുമകൻ ചക്കാട്ടുതറ ഗോപൻ, ആ ചക്ക നാളെ വീഴും. അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണിയൊന്നും കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കടന്ന കയ്യാ, പക്ഷെ വേറെ ചോയ്സ് ഇല്ലണ്ടായിപ്പോയി. നിന്റെ മനസ്സിലിരിപ്പ് ഞങ്ങളോടും കൂടി പറയേ. അടുത്ത ശനിയാഴ്ച നെഹ്റു ട്രോഫിയും കൊണ്ട് മണിയാൻ വരുമെന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാര് ചേറ്റകള് ആരുടെ അവന്മാരൊക്കെ? എടാ, കുരിയച്ചന് മുമ്പ് കൈ നീട്ടത് എത്ര പേരുണ്ടോ അവിടെ? ബോട്ടുകൾ ഉപയോഗിച്ച് മണീനെ അനുകൂലിക്കുന്നൊരു കൈ പൊക്കൊന്ന് പറഞ്ഞവനും പൊക്കിയവനൊക്കെ ആ കൈ കൊണ്ട് എന്റെ മുമ്പിൽ ഇറന്നിട്ടുണ്ട്. അത് ശരിയാ. എന്നിട്ട് കാര്യത്തിലെടുത്തപ്പോ കാരയ്ക്ക് കയറ്റി എണ്ണ തേച്ച് മിനിക്ക് ചുണ്ടൻ വെള്ളം മത്സരിക്കാൻ നീറ്റിൽ ഇറങ്ങില്ല. അതാ വള്ളപ്പുര തന്നെ ഇരിക്കും.